കണ്ണൂർ കോർപ്പറേഷനിൽ UDF ബഹുദൂരം മുന്നിൽ നിൽക്കുകയാണ്. 28-11 എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കേരളമെമ്പാടും UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ജില്ലകളിലും UDFനെ ആശ്വസിക്കാൻ ആഹ്ലാദിക്കാൻ കഴിയുന്ന വാർത്തകളാണ്. അത് കണ്ണൂരായിക്കോട്ടെ, CPMന്റെ ഉരുക്കുകോട്ടയായ കണ്ണൂരായിക്കോട്ടെ, അല്ലെങ്കിൽ ആലപ്പുഴയായിക്കോട്ടെ, വിപ്ലവമണ്ണായിട്ടുള്ള ആലപ്പുഴയായിക്കോട്ടെ, കൊല്ലമായിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ, എല്ലാ ജില്ലകളിലും UDFനെ ആശ്വസിക്കാൻ ഒന്നെങ്കിൽ പഞ്ചായത്തിൽ, അല്ലെങ്കിൽ ബ്ലോക്കിൽ, ജില്ലാ പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റിയിൽ, കോർപ്പറേഷനിൽ ആശ്വസിക്കാനുള്ള നിരവധി കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ UDF പ്രവർത്തകർ കേരളമെങ്ങും ആഹ്ലാദ പ്രകടനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് കേരളത്തിന്റെ മൊത്തത്തിലുള്ള പിക്ചർ വീണ്ടും നോക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ UDF LDFനെ കടത്തിവിട്ടിരിക്കുന്നു. അത് ചരിത്രത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. 101 ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. NDA കഴിഞ്ഞ തവണത്തെ 19 എന്ന ടാലിയിൽ നിന്ന് 33ലേക്ക് അവരുടെ ഗ്രാമപഞ്ചായത്തുകളുടെ ആ ഒരു ടാലി സ്കോർ ബോർഡ് ഉയർത്തിയിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് 77. അത് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ സാധാരണ LDFന്റെ വമ്പിച്ച മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചരിത്രം തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ 77 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഈ UDF മുന്നിൽ നിൽക്കുന്നു. LDF മുന്നിൽ നിൽക്കുന്നത് വെറും 68 മാത്രം. ഇപ്പൊ 67 മാറിയിരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിൽ LDFനെ കടത്തിവിട്ടിരിക്കുന്നു. 7 ജില്ലാ പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകളിൽ പകുതി ജില്ലാ പഞ്ചായത്തും UDF തങ്ങളുടെ പോക്കറ്റിലിട്ട് കഴിഞ്ഞിരിക്കുന്നു. വെറും 6 എണ്ണത്തിൽ മാത്രമേ LDF മുന്നിട്ട് നിൽക്കുന്നുള്ളൂ. മുനിസിപ്പാലിറ്റികളിലാണ് UDFന്റെ വലിയ തേരോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത്. 52 മുനിസിപ്പാലിറ്റികളിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. വെറും 30 മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് LDF മുന്നിട്ട് നിൽക്കുന്നത്. കോർപ്പറേഷനുകളിൽ 4 എണ്ണത്തിൽ UDF മുന്നിട്ട് നിൽക്കുന്നു. ഒരെണ്ണത്തിൽ LDF, ഒരെണ്ണത്തിൽ NDA ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ജില്ലാ പഞ്ചായത്തുകൾ ഏതൊക്കെ UDFന്റെ പോക്കറ്റിൽ വീണു എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. പത്തനംതിട്ട UDF, കോട്ടയം UDF, ഇടുക്കി UDF, എറണാകുളം UDF, തൃശൂർ LDF, ഒപ്പം തന്നെ മലപ്പുറം UDF, കോഴിക്കോട് UDF, വയനാട് UDF, കാസർഗോഡും കണ്ണൂരും ഒക്കെ LDFന്റെ പോക്കറ്റിൽ തന്നെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ജില്ലാ പഞ്ചായത്തുകളിൽ വമ്പിച്ച ഒരു മുന്നേറ്റം, ഇടതുകോട്ടകളിൽ ഇടിച്ചു കയറി UDFന് വമ്പിച്ച ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കും. ശബരിനാഥൻ വിജയിച്ചു എന്ന ഒരു വാർത്തയാണ് വരുന്നത്. മുൻ MLA ശബരിനാഥൻ ഇപ്പോൾ UDF വിജയിച്ചു എന്നുള്ള ഒരു വാർത്ത വരുന്നു. കണ്ണൂർ കോർപ്പറേഷൻ ഉറപ്പിച്ച് UDF എന്തായാലും ഉറപ്പിച്ചിരിക്കുകയാണ്. കണ്ണൂരിലും ഉറപ്പിച്ചു എന്നുള്ള ശക്തമായ ഒരു വാർത്ത തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ശബരിനാഥൻ വിജയിച്ചു. UDF കണ്ണൂർ കോർപ്പറേഷനിലെ ഭരണം പിടിക്കാൻ ഒരുങ്ങി UDF എന്നീ പ്രധാനപ്പെട്ട 2 വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇപ്പൊ ബ്രേക്ക് ചെയ്ത് നമുക്ക് പുറത്തുവിടാൻ പറ്റുന്നത്. അതെ, തീർച്ചയായിട്ടും.